എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു അതിഥിയുണ്ട്. ഇന്നത്തെ അതിഥി നമുക്കെല്ലാം പ്രിയപ്പെട്ട ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും അധികം ചർച്ചയായ, ഏറ്റവും അധികം ട്രെൻഡിങ് ആയ പ്രേമലൂടെ വന്ന നമ്മുടെ പ്രിയങ്കരിയായ അഖിലയാണ്. സ്വാഗതം ചെയ്യാം. അഖില, നമസ്കാരം. ഹലോ. ആദ്യം തന്നെ ഒരു ഹാപ്പി ഓണം. ഹാപ്പി. കുറെ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. കാരണം ആണോ? കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രേമലു, അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ 1-2 റീൽസിലൂടെ ഒക്കെ നിങ്ങളെ കാണുന്നെങ്കിലും പ്രേമലു കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്ത ഒരാളാണ് എന്നൊക്കെ മനസ്സിലായത്. പ്രേമലുവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടാസ്വദിച്ചത് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ആ ഒരു സൗഹൃദം ആണ് അതിൻ്റെ ഒരു സിനിമയുടെ മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പം മമിതയായിട്ടുള്ള ആ ഒരു അനുഭവം, അതൊരു റിയൽ ഫ്രണ്ടായിട്ട് ഇപ്പോൾ ഒരു സിനിമ ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നു, അതിനുശേഷം ആ സൗഹൃദം അതുപോലെ നിൽക്കുന്നു, അത് ജനങ്ങളെല്ലാം ഏറ്റെടുക്കുന്നു. അപ്പോൾ ആ സൗഹൃദം നിലനിർത്തേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ആവശ്യമാണ് ഇനി ഭാവിയിലും. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു സൗഹൃദം, പേഴ്സണൽ റിലേഷൻ, അതായത് ആ സിനിമയിൽ അഭിനയിച്ചതും അതിനുശേഷമുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി, അങ്ങനെയുള്ള മൊമെന്റ്സ് ആണത് മൊത്തം. മമിതയായിട്ടുള്ള അനുഭവം. ഞങ്ങള് ആദ്യം എനിക്ക് ഈ നമ്മുടെ ടീമിൽ ആരുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ മമിതയും നസ്ലിനൊക്കെ സംഗീതത്തിനൊക്കെ നേരത്തെ അറിയായിരുന്നു. അവളുമായിട്ടാണ് എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നതും. അപ്പോൾ എങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ നല്ല കൂട്ടായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും താമസിച്ചതൊക്കെ ഹൈദരാബാദിൽ താമസിച്ചൊക്കെ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഞാനും മമിതയൊക്കെ ഒരേ അപ്പാർട്ട്മെൻറ്റായിരുന്നു. അവർ നസ്ലിൻ സംഗീതത്തിനൊക്കെ വേറെ ഒരു അപ്പാർട്ട്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കൂടും, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ കഴിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കും, ചിരി കളി സംസാരം ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ബോണ്ട് ഞങ്ങൾ എല്ലാവരും തമ്മിലുണ്ട്. ഇപ്പോഴും പടം കഴിഞ്ഞിട്ടും ഞങ്ങൾ കൂടാറുണ്ട്, കാണാറുണ്ട്, അവസരങ്ങൾ കൂടാറുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. കണ്ണൂരിൽ നിന്ന് വന്നതാണെന്ന് അറിയാം. അപ്പോൾ കണ്ണൂരുകാരിയാണ്. ഈ കണ്ണൂരുകാരെ കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, അവർക്കൊരു ഭയങ്കര അഹങ്കാരമാണ്. കാരണം അഹങ്കാരിക്കേണ്ട വകയുണ്ട്. ഭക്ഷണം എന്ന് വെച്ചാൽ അവർക്ക് മാത്രം സ്വന്തമായിട്ടൊരു ക്വിസിനൊക്കെ ഉള്ളു. നമ്മൾ പൊതുവേ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ കേരള ഭക്ഷണം, ആ കേരള ക്വിസിൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ട്രാവൻകൂർ. പക്ഷെ ഇവരുടെ പകരം കണ്ണൂർ, തലശ്ശേരി ആ ഭാഗത്താണ് ഭക്ഷണം എന്നാണ് വിചാരം. പക്ഷെ അതിനുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെയാണ്, ശരിയാണ്. അപ്പൊ ആ രീതിയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഡിഷ് ഏതാണ് കണ്ണൂര്? എനിക്ക് കണ്ണൂര് മാത്രല്ല, എനിക്ക് എവിടെ പോയാലും ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണോ? നെയ്ച്ചോറും ചിക്കൻ കറിയും. അത് ബിരിയാണിയുടെ വേറെ വേർഷൻ. അതിനൊരു ബ്യൂട്ടി ഉണ്ട്. ഈ നെയ്ച്ചോറും ചിക്കൻ കറി, നമ്മള് ഗീ റൈസ് ചിക്കൻ കറി എല്ലായിടത്തും ഒക്കെ പോയി കഴിയുമ്പോൾ ഈ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നെയ്ച്ചോറുണ്ട്. അതൊരു അല്ലേ, അതിന്റെ കൂടെ ആ ചിക്കൻ കറി വീട്ടിലുണ്ടാക്കുന്നത് ഒരു അസാധ്യമായി. ഞങ്ങൾ ഇത് ഓണമാണ് ഇഷ്ടം. ഇവരുടെ ഓണക്കാര്യം അറിയാമല്ലോ. ഞാനൊക്കെ ആദ്യമായിട്ട് കണ്ണൂരൊക്കെ ഓണത്തിന് പോകുമ്പോൾ നമ്മുടെ ട്രാവൻകൂർ ഏരിയയിലൊക്കെ ഓണം എന്ന് പറയുന്ന അന്നത്തെ ദിവസം സദ്യ കഴിക്കുക. മീനൊന്നും സംഭവം ഒന്നും അടുപ്പിക്കില്ല. ഇവർക്ക് മീനില്ലെങ്കിൽ സദ്യ ഇവർ അടുപ്പിക്കില്ല. അതാണ് സദ്യയിൽ ഒരു ഐക്കുറ പൊരിച്ച വേണം, അല്ലെങ്കിൽ ഒരു കോഴി പൊരിച്ച വേണം, അല്ലെങ്കിൽ ഒരു മത്സ്യക്കറി. കണ്ണൂർ മാത്രമാണ് മത്സ്യക്കറി. നമ്മൾ മീൻ അല്ലെങ്കിൽ എന്താണ് എല്ലായിടത്തും മീൻ എന്ന് പറയും. മത്സ്യം എന്ന് പറഞ്ഞാൽ പഴയ പദം. ഒരു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു മധുരക്കറി ഉണ്ട്, മധുര പച്ചടി എന്ന് പറയും. അതിനകത്ത് പലതരം പഴവർഗ്ഗങ്ങളൊക്കെ ചേർന്നിട്ട് ഒരു പുളി. സദ്യ എന്ന് പറഞ്ഞാൽ എരിവ്, പുളി, ഉപ്പ്, കയ്പ്, ചവർപ്പ്, 6 രുചി വേണം. എന്നാൽ മാത്രമാണ് ആ സദ്യ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. അപ്പോൾ അതിനകത്ത് മധുരം വരുന്ന, അല്ലെങ്കിൽ പണ്ട് പച്ചടിയൊക്കെയാണ്. അപ്പോൾ ഇത് ഒരു മധുര പച്ചടി എന്ന് പറഞ്ഞ് പൈനാപ്പിളും ഏത്തപ്പഴവും മുന്തിരിങ്ങയും ലേശം മത്തങ്ങയ്ക്കും കുറച്ച് സ്വീറ്റ് ഉണ്ട്. അപ്പോൾ ആ മത്തങ്ങയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ്. കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണോ? കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷെ കുക്കിംഗ് അറിയാം. അറിയാം, പക്ഷെ താല്പര്യമില്ല. വലിയ താല്പര്യം. ഓക്കെ. കണ്ണൂർ എവിടെയാണ് ശരിക്കുള്ള സ്വദേശം? പയ്യന്നൂരാണ്. പയ്യന്നൂർ. ഓക്കെ. എങ്ങനെയാണ് കണ്ണൂരിലെ ഒരു ഓണക്കാലം ആഘോഷിച്ചതും, അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്ത് നിങ്ങളുടെ ഒരു ആഗ്രഹം, ആ ഒരു രീതിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു 10 years, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു മോഡേൺ ടൈമിലുള്ള ഓണം എന്നൊക്കെ പറഞ്ഞാൽ വേറെ രീതിയായി. എന്നാലും ഓണക്കാലം ഏറ്റവും ബെസ്റ്റ് ആഘോഷിച്ചത് എപ്പോഴാണ്? ഓണക്കാലം എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ഭംഗി ഇപ്പോഴത്തെ ഓണത്തിന് എന്തായാലും ഇല്ല. ആണല്ലേ? കാരണം നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പൂക്കള മത്സരം, അപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും ഫസ്റ്റ് മേടിക്കണം, അങ്ങനെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സ്കൂളിലാണെങ്കിൽ ഞങ്ങൾക്ക് പൂ പുറത്ത് കടയിൽ നിന്ന് മേടിക്കാൻ സമ്മതിക്കൂല. അപ്പൊ വീട്ടിന്റെ ചുറ്റട്ടത്തൊക്കെയുള്ള തൊടിയിൽ നിന്നൊക്കെ പൂവൊക്കെ പറിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. നാടൻ പൂക്കൾ വേണം. അപ്പോൾ കുട്ടികളെല്ലാവരും തൊടിയിലോട്ട് ഇറങ്ങും, എല്ലാ പൂക്കളും പറിക്കും, തുമ്പപ്പൂ, മറ്റേ ചെത്തിപ്പൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പം അങ്ങനെ കാട്ടിലും എല്ലായിടത്തും ഓടി നടന്ന് പറിച്ച് അങ്ങനെ ഫസ്റ്റ് മേടിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെയുള്ള മെയിൻ ഒരു ഓണാഘോഷത്തിന്റെ ഓർമ്മ എന്ന് പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ വീട്ടിൽ എല്ലാവരും കൂടെ ഇരുന്ന് സദ്യ കഴിക്കുക, പൂക്കൾ ഇടുക. ഞാനും ഏട്ടനും രാവിലെയൊക്കെ എണീറ്റ് അടിയാവും, ആര് രാവിലെ എണീറ്റ് പൂവിടും, ആര് ഡിസൈൻ വരയ്ക്കും എന്നൊക്കെയുള്ള. അപ്പൊ ഏട്ടൻ ഡിസൈൻ വരച്ചെന്നാൽ ഞാൻ പൂക്കളിടും. അങ്ങനെയൊക്കെയാണ്. അതൊക്കെയാണ് നല്ല ഓർമ്മ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൈനാപ്പിൾ, കുറച്ച് പൈനാപ്പിൾ ഇട്ടു. എങ്ങനെയായിരുന്നു കരിയറിന്റെ തുടക്കം?
സിനിമയിലേക്ക് എത്തപ്പെട്ടത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു ഞാൻ, അതെ, അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ്. ഓക്കെ. അപ്പൊ അതില് അത് ഇത്രയും വൈറലാവുന്നു, ഇത്രയും ആൾക്കാർ സ്വീകരിക്കുന്നു ഒന്നും വിചാരിച്ചില്ല. ഇപ്പോഴും 6 മില്യൺ എങ്ങനെ വ്യൂസ് ഒക്കെ ആയിട്ട് യൂട്യൂബിലുണ്ട്. അതിൽ നിന്നാണ് പിന്നെ ആദ്യത്തെ സിനിമ പൂവനിലോട്ട് എത്തുന്നത്. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇപ്പൊ പ്രേമലു വരെ എത്തി. സിനിമ വിജയിച്ചതിന് ശേഷവും അത് പിന്നീട് അത് OTT-യിൽ വരുന്നതും അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിൽ ബിറ്റ് ആൻഡ് പീസായിട്ട് വരുമ്പോഴും അതെല്ലാം ആഘോഷപ്പെട്ടു. അപ്പൊ അത്രമാത്രം ആളുകൾ ഇങ്ങനെ ഒരു ആഘോഷിച്ചൊരു സിനിമയാണ് ഈ അടുത്ത കാലത്ത്. അപ്പൊ അത് അങ്ങനെ ഒരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു വെച്ചാല് വിജയിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാരണം ഗിരീഷേട്ടന്റെ എല്ലാ പടങ്ങളും മീൻസ് ഇപ്പൊ തണ്ണീർമത്തനായാലും സൂപ്പർ ശരണ്യ ആയാലും ഒക്കെ വൻ വിജയമായിരുന്നു. പിന്നെ ഭാവന സ്റ്റുഡിയോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. ശ്യാംപുഷ്കരൻ എല്ലാരും ആവുമ്പോ മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിജയിക്കുന്ന പ്രതീക്ഷ. പക്ഷെ ഇത്രയും കയറി അങ്ങ്, അതായത് കേരളത്തിൽ മാത്രല്ല, നമ്മുടെ എല്ലായിടത്തും ഇങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാർ സ്വീകരിക്കും. എനിക്ക് ആദ്യം വിചാരിച്ചിരുന്ന കാര്യമാണ് രാജമൗലി സാർ ഹൈദരാബാദ് പോയതിൽ പോകുന്നു. അദ്ദേഹത്തെ പോലെ ഒരു ഇന്ത്യയിലെ വൺ ഓഫ് ദ ഒരു ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് കാറ്റഗറി പെടുത്താവുന്ന ഒരു ഡയറക്ടർ ആ സിനിമയെ കുറിച്ച് പറയുന്നു, നിങ്ങളെയൊക്കെ വിളിച്ച് അതിൻ്റെ ഒരു സംഭവിക്കുന്നു. അത് എന്തൊക്കെ പറഞ്ഞാലും വലിയൊരു അപ്രിസിയേഷനാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ തുടക്കക്കാരുടെ സിനിമയിൽ അല്ലെങ്കിൽ അത്രമാത്രം അപ്രിസിയേഷൻ, ആ പെർഫോമൻസ് കണ്ടിട്ട് ആ സിനിമയെക്കുറിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു ഒരു ഫിലിം മേക്കറിന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാവുന്ന വലിയൊരു അംഗീകാരം തന്നെയാണ്. അത് ആ മൂമെന്റ്സ് എങ്ങനെയായിരുന്നു? അതെനിക്ക് എപ്പോഴെങ്കിലും ചോദിക്കണമെന്ന് കരുതിയിരുന്നതാണ്. ഞാനായാലും ഞങ്ങൾ ആരും ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞങ്ങളെ അങ്ങോട്ട് ഒരു സക്സസ് സെലിബ്രേഷന് വേണ്ടി ക്ഷണിക്കുന്നു അല്ലെങ്കിൽ തിയേറ്റർ വിസിറ്റിന് വേണ്ടി ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു ഒന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് നമുക്ക് ഹൈദരാബാദിലോട്ട് വീണ്ടും പോകണം എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജമൗലി സാറായിട്ടൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു സെലിബ്രേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയി. അങ്ങനെയാണ് അവിടെ എത്തിയതും. രാജമൗലി സാറിനെയും അതുപോലെ കീരവാണി സാർ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരെയും പിന്നെ അവിടുത്തെ വേറെ കുറേ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും ഒരു വേദിയിൽ ഒന്നിച്ച് കാണുമ്പോൾ എന്താ പറയാ, ഒരു സറിയൽ മൊമെന്റ് ആയിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളിപ്പോ എവിടെയാ നിൽക്കുന്നേ, ആരെയാ കണ്ടോണ്ടിരിക്കുന്നേ, ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആയിരുന്നു. ഏറ്റവും വലിയ രസം അതിന്റെ അത് ഫ്ലവേഴ്സിന്റെ ഒരു ഫ്ലോറിലാണ് ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ടായിരുന്നത് നസ്ലിന്റെ. ആയിരുന്നു അതിലൊരു റിയാലിറ്റി ഷോ സീക്വൻസ് ഷൂട്ട് ചെയ്തത് അവിടെ തന്നെയായിരുന്നു. പിന്നെ അവിടെ തിയേറ്റർ വിസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. തിയേറ്റർ വിസിറ്റിൽ പോയപ്പോൾ അവിടെയുള്ള ആൾക്കാരും, അതായത് കേരളത്തിലല്ലാതെ അവിടുത്തെ ആൾക്കാരും നമ്മളെ കണ്ടിട്ട് ഒരു മലയാളി ഒരു പ്രേമലു കണ്ടിട്ട് നിങ്ങൾ എവിടെങ്കിലും പോയി കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു യങ് ജനറേഷനും അല്ലെങ്കിൽ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ എന്ന നിലയിൽ നമുക്ക് അതിന്റെ റെസ്പോൺസ് മനസ്സിലായി. ഒരു അന്യഭാഷയിൽ പെട്ടെന്ന് പോകുമ്പോൾ എന്തായാലും ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉള്ള സിനിമയാണ്. അപ്പോൾ അത് അവർ അംഗീകരിച്ചിട്ട് പിന്നെ ഒരു പടം വിജയിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി അതിനോടൊപ്പം കൂടുതൽ ഇഷ്ടം തോന്നും. അപ്പോൾ ആ രീതിയിൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇവിടുന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രേമലു ഇറങ്ങിയതിനു ശേഷം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, എല്ലാവരും വന്ന് അന്വേഷിക്കുന്നുണ്ട്, പ്രേമലുവിലുള്ള കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ നിന്നും ഭയങ്കര വ്യത്യാസമുണ്ട് അവിടെ. കാരണം അവരെല്ലാവർക്കും കുറച്ചുകൂടി കൂടുതലാണ് എല്ലാം. അവരുടെ എന്താ പറയുക, നമ്മളെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ആയാലും ഞങ്ങളോട് വന്ന് സംസാരിക്കുന്നതൊക്കെ ആയാലും കുറച്ചുകൂടി ഒരു ഇവിടുത്തേനേക്കാളും വ്യത്യാസമുണ്ട് എന്തായാലും നന്നായിട്ട്. ഓക്കെ, ഇനി പറയുന്നതിനിടയ്ക്ക് നമ്മുടെ റെസിപ്പി ആദ്യം തന്നെ പൈനാപ്പിൾ പൊടിയായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ച്, വെള്ളം ഒന്ന് വറ്റുന്ന രീതിയിൽ അത് പൈനാപ്പിൾ ഒന്ന് പെട്ടെന്ന് കുക്കാവണം. അതിന് ശേഷമാണ് ഈ നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടത്. അതും ജസ്റ്റ് ചൂട് തട്ടിയാൽ മതി, ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞു. ഓക്കെ, അതിനകത്ത് ഒരല്പം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ളൊരു പൊടിക്ക് ഉപ്പൂടെ മാത്രമാണ് ചേർത്തിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് പഞ്ചസാരയല്ല ശർക്കര പാവ് കാച്ചിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള കുറച്ച് ശർക്കരയുടെ പാനി ചേർത്തു. പിന്നീട് ചേർക്കേണ്ടത് മത്തങ്ങയാണ്. മത്തങ്ങ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കണം. കാരണം മത്തങ്ങയ്ക്ക് ഒരുപാട് ഇതിലേക്കാട്ടിൽ സ്വാഭാവികമായിട്ട് ഫ്രൂട്ട്സിനെക്കാട്ടി കൂടുതൽ വേവുള്ളത് കാരണം ആദ്യം വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ഇട്ട് ചെയ്യാം. ഒരു ബൈറ്റൊക്കെ വേണം, ഒരു ക്രഞ്ചി ആയിട്ടൊക്കെ വേണ്ടവർക്ക് ഡയറക്റ്റ്ലി ഇതുപോലെ തന്നെ പൈനാപ്പിളിനോടൊപ്പം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ കേരളത്തില് ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് ഓഫ് ക്യൂസിൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ ഏത് ക്യൂസിനാണ് ഏറ്റവും ഇഷ്ടം? മലബാറാണോ? നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മലബാർ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ പ്രത്യേകത തരമുള്ള ഒരു സംഭവമാണ്. ഇപ്പം ഒരു ആസ് എ ഷെഫ് അഗെയിൻ ഞാൻ പറയുന്ന കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമുള്ള ഒരാളാണ്. പല അല്ല അങ്ങനെ വരില്ല.
കാരണം ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് എന്റെ ഷെഫിന് തെറ്റ് പറ്റില്ല. ഈ സാധനങ്ങൾ തന്റെ കടയില്ലെങ്കിലേ തന്റെ കട കൂട്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാനായിട്ട് നമ്മുടെ കൂടെ ഷെഫേ, അത് ഈ എഴുതി തന്ന സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതിയെടുത്തല്ല. ഇതൊന്നും ഒരു കടയിലും ഇല്ല. സമയത്തിന് ഇത് കിട്ടണം. ഗസ്റ്റ് വരുന്ന ഒരു ദിവസമാണ്, ഓണക്കാലമാണ്. ആ സമയത്ത് ഓരോ സാധനങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ ചിറകുള്ളത് എവിടെ കിട്ടാനാണ്? മാലാഖമാരുടെ തേങ്ങ വല്ലതും ആണ്. ചിറകുള്ള തേങ്ങ 40 എണ്ണം ഞാൻ എവിടെ പോയി മേടിക്കാനാണ്? ചിരങ്ങിയ തേങ്ങ ഞാൻ എഴുതി ലിസ്റ്റ് തരാന്ന് പറഞ്ഞപ്പോ ഉടനെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്നു പറഞ്ഞ ഒരാളല്ലേ? അതെ. എന്താണ് എഴുതി പറഞ്ഞ ചിറകുള്ളത് 40 എണ്ണം നോക്കട്ടെ കേട്ട്. പിന്നെ എന്തോ അത് തേങ്ങ ഒന്ന് പറഞ്ഞു കൊടുത്തോ. ഒന്നുകൂടെ വായിച്ചു നോക്ക്. തേങ്ങ ചിറകുള്ളത് ഞാനാ എഴുതി. ചിരകിയ തേങ്ങാന്നായിരിക്കും. ചിരണ്ടിയ തേങ്ങയാണല്ലേ? അത് പച്ചടി ഉണ്ടാക്കണം, ഇനി അത് കഴിഞ്ഞ് എരിശ്ശേരി ഉണ്ടാക്കണം. അടുത്ത ഗസ്റ്റ് ഇപ്പൊ വരും, അത് ഞാൻ കൊണ്ടുവരാം. പക്ഷെ എഴുതിയെടുത്തത് കടയിൽ ചെന്നിട്ട് ഒരിടത്തുമില്ല. അതുപോലെ ഈ അനിയനെതിനാ 3 എണ്ണം. എനിക്ക് 2 അനിയനുണ്ട്, അവര് വേണം കൊണ്ടുവരാം. പിന്നെ ഒരു അനിയൻ വേറെ എവിടുന്ന് വിളിക്കാം. സാമ്പാറിനുള്ള ഉള്ളിയാണ് ഇഷ്ട. അണിയൻ, ഓണിയൻ. ഒണിയൻ എനിക്ക് മലയാളത്തിൽ പറയാൻ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. ഞാനുള്ളപ്പോ ഈ മുരളി എന്തിനാ? ഞാൻ എല്ലാത്തിനും സഹായത്തിനോ. പിന്നെ മുരളി വേണോന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞു. അയ്യോ, ഉരുളി, പായസത്തിനുള്ള ഉരുളി. അതെന്തായാലും ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ ലിസ്റ്റ് തന്നോളാം. ഇവിടെ വന്ന് ബാക്കിയുള്ള കാര്യം ഒന്ന് ചെയ്തേ. അത് ഞാൻ ചെയ്തോളാം. പണിയെടുക്ക. അല്ല, കാർത്തികയല്ലേ? അതെ. അപ്പൊ ഓണായിട്ട് കാർത്തികയ്ക്ക് വേണ്ടിട്ട് എന്താ സ്പെഷ്യൽ ഷെഫ് ഉണ്ടാക്കുന്നത്? മധുരപ്പച്ചടി. മധുരപ്പച്ചടിയുടെ കഷ്ണങ്ങളൊക്കെ മധുരം എല്ലാം റെഡി ആയിട്ടിരിക്കണം. ഇനി അരപ്പൂടെ ചേർക്കാണ്. തേങ്ങയും ജീരകവും പച്ചമുളകും മഞ്ഞളൂടെ ചേർത്ത് ചതച്ച സംഭവം. ഇനി അതിലേക്ക് ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ തൈര് ചേർത്താൽ നമ്മുടെ മധുരപ്പച്ചടി പിന്നെ റെഡിയാവും. എന്താ മധുരപ്പച്ചടി ഉണ്ടാക്കിയെന്നറിയാവോ? പ്രേമല്ലോ. പ്രേമം എന്ന് പറഞ്ഞാൽ ശരിക്കും മധുരാണല്ലോ. അതുകൊണ്ട് ഷെഫ് മനഃപൂർവ്വം മധുരമുള്ള ഒരു കറി ഉണ്ടാക്കിയത് അല്ലേ? അതെ, അത് അങ്ങനെ ഉണ്ടാക്കുള്ളൂ. നമ്മുടെ ടേസ്റ്റ് എന്താണോ അതനുസരിച്ച് റെഡിയാക്കും. കാർത്തി, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയുടെ ഇതൊക്കെ? പുതിയ സിനിമ വല്ലതായോ? പുതിയത് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്നു. ആണല്ലേ? ഈ മധുര പച്ചടി കിച്ചടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാവോ? ഒന്നില് പാ, ഒന്നില് കീ. അത് ഞാൻ പറയാൻ പറ്റില്ല. പറഞ്ഞു കൊടുക്കുന്നത് വേറെ എന്തെങ്കിലും ചോദിക്കാം. വേറെ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ രസകരമായിട്ട് നമ്മുടെ ഓണനാണല്ലേ, രസകരമായിട്ട് സംഭവം ചോദിക്കാം. ഇപ്പൊ കാർത്തികയുടെ ശരിക്കുള്ള പേര് അഖില എന്നാണ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാനൊരു അക്ഷരം പറയാം. ആ അക്ഷരം ആദ്യം എന്ത് പറഞ്ഞാലും ആ അക്ഷരം ചേർത്ത് വേണം സംസാരിക്കാനായിട്ട്. ഓക്കെ. ഇപ്പൊ നമ്മൾ പാ പറഞ്ഞാൽ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ എറണാകുളം ആണെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. ആ അക്ഷരം വെച്ചിട്ട് നമുക്ക് പറയാം. അല്ലെ കണ്ണൂരാണെങ്കിൽ ആ അക്ഷരം വെച്ചിട്ട് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കാർത്തികയ്ക്ക് ഞാൻ ഒരു അക്ഷരം തരാം. ഞാനും തൈര് ചേർക്കാൻ പോവാണേ. തൈര് ചേർത്തു. തടസ്സമില്ല. അതായത് കാർത്തികയ്ക്ക് ഒരു അക്ഷരം തരാം. സാ വെച്ച സംസാരിക്കാനുള്ളൂ. എന്ത് സംസാരിക്കാം? ഞാൻ ചോദിക്കണേന് ഉത്തരം തന്നാ മതി. എന്താ പേര്? സകില. നല്ല പേരല്ലേ സകില? സകിലേതാക്കാൻ കേട്ടോ. ഇപ്പൊ പുതിയ സിനിമയിൽ വരുമ്പോ പലരും പേര് മാറ്റുന്നതാണല്ലോ. സകില കൊള്ളാം. ഹസ്ബൻഡിന്റെ പേരോ? സാഹുൽ. സ്ഥലം എവിടെ? സണ്ണൂർ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. കണ്ണൂരൊക്കെ നേരത്തെ പറഞ്ഞില്ല, സദ്യയുടെ കാര്യമൊക്കെ പറഞ്ഞില്ല. സദ്യക്ക് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവും അല്ലേ ഷെഫേ? അതെ. 10, 15, 16, 18 അങ്ങനെ പലതരം കറികൾ ഉണ്ടാവും. സാധാരണ അങ്ങനല്ല. സദ്യ എന്ന് പറഞ്ഞാൽ എല്ലാം തൊടുകറിക്ക്. ഞങ്ങളൊരു തൊടുകറി ഒന്നുകിൽ ഒറ്റ സംഖ്യയിലായിരിക്കണം, ഒന്നുകിൽ 3, 5, 9, 11 ആ രീതിയിലായിരിക്കണം. 8 ഐറ്റം ആവാൻ പാടില്ല. അപ്പൊ ഇനി അല്ല അവിയൽ ഇപ്പൊ ഒരു പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ അങ്ങനെ കൂട്ടുകറി മുതൽ ഇങ്ങനെ വരുമ്പോൾ ഇലയിൽ ഇങ്ങനെ തൊടുകറിയായിട്ട് ഒറ്റ സംഖ്യയിലുള്ള 9 കറി, 9 കൂട്ടം തൊടുകറി. അല്ലെ 11. വലിയ കല്യാണങ്ങൾക്കൊക്കെ പഴയ പറയും ഞങ്ങൾക്കത് 11 കൂട്ടം തൊടുകറി. 11, 16 അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ 13 ആവണം. 12 ആയിട്ട് നിർത്താം. അപ്പൊ അത് ഒന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ നമ്മുടെ സഖിലേക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 5 തരം തൊടുകറിയുള്ള ഒരു സദ്യ. ഈ തൊടുകറികളുടെ പേരൊന്ന് പറഞ്ഞേ. 5 തൊടുകറിയുടെ പേര് അതൊക്കെ പറയും കണ്ണൂർ. പക്ഷെ അത് വല്ല നോൺ വെജ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞത് ആലോചിക്കാണ്. ചിക്കൻ, മട്ടൻ, അവിടെ കണവ ഇതൊക്കെ ആയിരിക്കും ആലോചിക്കാറുണ്ടാകും. അച്ചാറ് അല്ലല്ല അങ്ങനെ പറയരുത്. സാ ചേർത്ത് പറയാം. അതല്ലേ ടാസ്ക്. സാ ചേർത്ത് സാമ്പാർ. സാമ്പാർ ഓക്കെ. സവിയൽ ഒരു പുതിയ ഐറ്റം. മീനവിയൽ. പിന്നെ സൂട്ട് കറി. പിന്നെ ഉണ്ടല്ലോ സച്ചടി. പിന്നെ സച്ചടി, സച്ചാർ. പിന്നെ പപ്പടം. സപ്പടം. എന്തായാലും
കൊള്ളാം. സാവേജ് അടിപൊളിയായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഓണനാളിൽ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഇതിൽ വന്നതിൽ. പിന്നെ അതുപോലെ ഞാനേ ഒരു കാര്യം ഷെഫ് കൂടി ഒന്ന് നോക്കിക്കോ. ഞാനൊരു വാക്ക് പറയാം, അതിൽ എത്ര സായം ഉണ്ടെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പുറത്ത് കുറച്ച് പണിയുണ്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ. അടുത്ത സാധനം പെട്ടെന്ന് എനിക്ക് അടുത്തതിനകത്ത് എരിശ്ശേരി മൊത്തം സാധനം. അതായത് ഇത് കേട്ടോ, സംസാരിയുടെ വീട്ടിൽ സംസാരിക്കാൻ ചെന്നപ്പോ സംസാരിയുടെ സംസാരം കേട്ട് സംസാരിക്കാൻ വയ്യ. ഇതിൽ എത്ര സായം? ഒന്നുകൂടെ പറയോ? സംസാരിയുടെ വീട്ടിൽ സംസാരിക്കാൻ ചെന്നപ്പോ സംസാരിയുടെ സംസാരം കേട്ട് സംസാരിക്കാൻ വയ്യ. ഇതിൽ എത്ര സായം? 9. അല്ല, തെറ്റി. 20. ഇല്ല, എന്നോട് ചോദിച്ചു എത്ര സായം ഉണ്ടെന്ന് ചോദിച്ചു. ഒരു അല്ലല്ല, ഒരുപാട് സായം. എത്ര ഉണ്ടെന്ന് എന്നോട് ചോദിച്ചു. എത്ര ഉണ്ട്? ഞാൻ പുറത്തു പോയത് എണ്ണീട്ട് തിട്ടപ്പെടുത്തിയിട്ടില്ല. ഈ സാധനം വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നടക്കണേ. ബൈ. നമ്മുടെ പച്ചടി റെഡി അതിൻ്റെ ഇടയിൽ. സോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് ഒന്നുകൂടെ പറയാം. ആദ്യം തന്നെ നമ്മൾ പൈനാപ്പിളും ഏത്തപ്പഴം കൂടെ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം ശർക്കരപ്പാനി ഒഴിച്ചു. അതിനുശേഷം മത്തങ്ങ ഇട്ടു. അതിനുശേഷം അരപ്പിട്ടതിന് ശേഷം നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ചേർത്തു. പിന്നീട് അതൊന്ന് ശരിയായ സമയത്ത് മുന്തിരിങ്ങ ഇട്ടു. അതിനോടൊപ്പം തന്നെ മുന്തിരിങ്ങ ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തീ അണച്ചിട്ട് തൈര് ചേർത്ത് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ എൻ്റെ ഒരു വറുവൽ ചെറിയ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വത്തൽമുളകും കറിവേപ്പില ഇടുകയാണ്. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ഗാർണിഷായിട്ട് ഒരു രുചി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് തേങ്ങ വറുത്ത് വെച്ചിരിക്കുകയാണ്, നമ്മൾ എരിശ്ശേരിയിലൊക്കെ ഇടുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗാർണിഷ് പോലെ ലേശം വറുത്ത തേങ്ങ ഇങ്ങോട്ട് ഇട്ടു. നമ്മുടെ താളിപ്പ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പ്രേമലൂല് അഭിനയിച്ച നിങ്ങളുടെ ഒരു സഹതാരത്തിന് അവാർഡൊക്കെ കിട്ടി, സംഗീത് അല്ലേ? സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതിന്റെ എന്തായിരുന്നു അതിന്റെ ഒരു ആഘോഷവും ആ ഒരു സംഭവമൊക്കെ? അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം സംഗീതേട്ടൻ ഓൾറെഡി ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുമായിരുന്നല്ലോ. ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്നാണ് ഞങ്ങള് ന്യൂസ് കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബെസ്റ്റ് എഡിറ്റർ എന്ന് പറയുമ്പോൾ സംഗീത് പ്രതാപ്. അയ്യോ, ഞങ്ങളെല്ലാവരും ചെട്ടി. ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും ഭയങ്കര സന്തോഷം, ആർപ്പ് വിളി, സംഗീതേട്ടൻ വിളിക്കുന്നു, സംസാരിക്കുന്നു. കുറച്ച് ദിവസം അതിന്റെ ഒരു ഹൈയിലായിരുന്നു ഞങ്ങളെല്ലാവരും. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന മധുരപ്പ ഇതൊരു ഇലയിൽ തൊടുകറിയായിട്ട് വെക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഇത്തിരി ലൂസ് ആക്കണമെങ്കിൽ വെള്ളമൊക്കെ ചേർക്കാം. ഒരു തൊടുകറിയുടെ ഇലയിൽ വിളമ്പുമ്പോൾ അത് പോവാതിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിനകത്ത് ലേശം മധുരമുണ്ട്, അതിനകത്ത് പുളിക്കുള്ള പൈനാപ്പിൾ, ഏത്തപ്പഴം, മത്തങ്ങ, മുന്തിരിങ്ങ, അതുപോലെ തേങ്ങ വറുത്തിട്ടിട്ടുണ്ട്, എരിവുണ്ട്, എല്ലാ ടേസ്റ്റും ഉണ്ടല്ലേ, എല്ലാം ഉണ്ട്. അഖില, അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ഒരുക്കി കൂടെ പറയുകയാണ്. ആദ്യം തന്നെ പൈനാപ്പിളും ഏത്തപ്പഴയുടെ ലേശം വെള്ളവും അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം വറ്റി വരുന്ന സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒഴിക്കുക. അതിനുശേഷം അതൊന്ന് വയറ്റി അതിനൊന്ന് തിക്കായതിനു ശേഷം വേവിച്ച മത്തങ്ങ ചേർക്കുക. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും പച്ചമുളകും കൂടെ ചതച്ച തേങ്ങ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് പരുവമായി കഴിയുമ്പോൾ തീ അണച്ച് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ചേർത്തത്. കറുത്ത മുന്തിരിങ്ങ, ലേശം മധുരവും പുളിപ്പുള്ള കറുത്ത മുന്തിരിങ്ങ ചേർക്കുക. അതിനുശേഷം അതിനകത്ത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചുമന്നുള്ളി, വത്തൽമുളക്, കറിവേപ്പിലയിട്ട് താളിച്ച് ലേശം വറുത്ത തേങ്ങയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ മധുര പച്ചടി ഓണത്തിന് ഇലയിൽ വിളമ്പാൻ പറ്റിയ കറി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഹസ്ബൻഡിനെ കുറിച്ച് പറയില്ല, ഇത്രയും സപ്പോർട്ട് ചെയ്ത് പല കാര്യങ്ങളിൽ കൊണ്ടുവരുന്നു. നിങ്ങളുടെ വീഡിയോസൊക്കെ അങ്ങനെയാണ് വൈറലായതും. ഷോർട്ട് ഫിലിമിലേക്കൊക്കെ എത്താൻ കാര്യം നിങ്ങളുടെ കപ്പിൾ വീഡിയോസ് പോലെയൊക്കെയുള്ള സംഭവം റീൽസൊക്കെ കണ്ടിട്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? അദ്ദേഹം എങ്ങനെയാണ് നിങ്ങളെ അടുത്ത ലെവലിലേക്ക്, നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താനായിട്ട് ഒരാൾ എന്ന നിലയിൽ എന്താണ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഹസ്ബൻഡാണ്. ഞങ്ങൾ ആഫ്റ്റർ മാരേജ് ആണ് നമ്മുടെ റീൽസ്, അതായത് സിനിമയിൽ ചില സീൻസ് എടുത്ത് റീക്രിയേറ്റ് ചെയ്തിടാം എന്നുള്ള, രണ്ടുപേർക്കും ഇത് ഇഷ്ടമാണ് റീൽസ് ചെയ്യാനും ഒക്കെ. അപ്പൊ അങ്ങനെ റീക്രിയേറ്റ് ചെയ്തിടാന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ചുമ്മാ AR റീൽസ്, അതായത് അഖിലയുടെ എയും രാഹുലിന്റെ ആറൊക്കെ വെച്ച് AR റീൽസ് എല്ലാം ബ്രാൻഡിങ് ആണ്. ഇതൊക്കെ പണ്ട് പറയാം, ഇതൊന്നും ആ സമയത്ത് ആലോചിച്ച് നോക്കണം. ഇവർ ആദ്യം റീൽസ് ചെയ്യുമ്പോൾ 10 ലൈക്കൊക്കെ ഉള്ളായിരുന്നു, പിന്നാണ് കയറിയത്. അന്നേ ഊഹിച്ചിട്ടുണ്ടാവും ഞാനൊരു 2-3 വർഷം കഴിയുമ്പോൾ പ്രേമലു പോലുള്ള സിനിമയിൽ വരുന്നു, അതുപോലെ മൾട്ടിപ്പിൾ വലിയ പാൻ ഇന്ത്യൻ സിനിമയിലൊക്കെ അഭിനയിക്കാനൊക്കെ പോകുന്ന ആളെന്നൊക്കെ വിചാരിച്ചിട്ട് ബ്രാൻഡ് ചെയ്ത് ആദ്യം വെച്ചു അല്ലേ? പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാമല്ലോ. ഞാൻ അന്നേ വിചാരിച്ചു, എനിക്കറിയാം ഞാൻ അവിടെ എത്തും, അതുകൊണ്ടാണ് AR എന്നുള്ള ബ്രാൻഡിങ് ഒക്കെ ആക്കി AR റീൽസ് എന്നാക്കിയത്. ഓക്കെ, പറയൂ. അപ്പൊ അങ്ങനെ അത് ആദ്യം ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ മാത്രമേ കണ്ടോണ്ടിരുന്നുള്ളൂ. പിന്നെ ഏതൊരു വീഡിയോ അങ്ങ് വൈറലായപ്പോൾ കുറെ ഫോളോവേഴ്സ് വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഞങ്ങള് കുറച്ചുകൂടി നല്ല കണ്ടന്റ് കൊടുക്കാന്ന് വിചാരിച്ച് കുറച്ചുകൂടി ക്യാമറയൊക്കെ മേടിച്ചു. ഞങ്ങള് ആദ്യമൊക്കെ ഫോണിലായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ ക്യാമറ മേടിച്ചു, ലൈറ്റ് ഒക്കെ മേടിച്ചു. അങ്ങനെ ലൈറ്റ് ഫുൾ സെറ്റപ്പിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു പിന്നെ അനുരാഗിലോട്ട് എത്തിയത്. പിന്നെ അവിടുന്ന് സിനിമയിലോട്ട്. ഭാവിയിൽ ഈ രാഹുൽ ഒരു സിനിമ സംവിധാനം ചെയ്ത് അതിലേക്ക്
വരാനുള്ള വഴിയൊക്കെ ഉണ്ടാവുമോ? അപ്പോൾ ഇത് റീലൊക്കെ വന്ന് തുടങ്ങിയ സ്ഥിതിക്ക് അതിൻ്റെ ഒരു ബാക്ക് ആൻഡ് സപ്പോർട്ട് എന്ന നിലയിൽ ആഗ്രഹമുണ്ട് രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ നടക്കട്ടെ. നടക്കും. അപ്പോൾ എന്തായാലും അതിനുള്ള ആഗ്രഹമുള്ള രണ്ടാൾക്കാരാണല്ലോ. അതെ. ചൂടൊക്കെ മാറി. അടിപൊളി. പഴവും പൈനാപ്പിളും പിന്നെ റെസിപ്പി മനസ്സിലായി. ഇനി ഇത് എന്തായാലും വളരെ സിമ്പിൾ ആണ്, ഉണ്ടാക്കി കൊടുക്കുമല്ലോ വീട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴെങ്കിലും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണക്കാലത്ത് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആഗ്രഹം പോലെ, അഖിലയുടെ ആഗ്രഹം പോലെ ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങൾ വരിക, പല പല ഭാഷയിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല നല്ല റോളുകൾ ചെയ്യുക. അപ്പോൾ ഈ ഓണക്കാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പം പ്രേമലൂല് തകർത്തതിന് നന്ദി. അപ്പം എല്ലാ പ്രേക്ഷകർക്കൂടെ നമുക്കൊരു ഗംഭീരമായ ഒരു ഓണാശംസകൾ കൊടുക്കുകയാണ് പറയും അവർക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണക്കുട്ട് ബൈ ഷെഫ് പിള്ളെ, co-powered by Milky Mist, Kaugi, Coca-Rods, Sundips Tea and Double Hose. Thank you so much.